സയൻസ് ക്വിസുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു മോക്ക് ടെസ്റ്റും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിൽ അഥവാ പീരിയോഡിക് ടേബിളിൽ AU എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെ? ഉത്തരം സ്വർണ്ണം. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം? ഉത്തരം ശൂന്യത. രാത്രികാലങ്ങളിൽ അന്തരീക്ഷത്തിൽ തിളങ്ങുന്ന നക്ഷത്രത്തിൻ്റെ പേര് എന്ത്? ഉത്തരം സിറിയസ്. ആസിഡും ആൽക്കലിയും അഥവാ ബേസും തമ്മിൽ പ്രവർത്തിച്ച് ലവണവും വെള്ളവും ഉണ്ടാകുന്ന പ്രവർത്തനം? നിർവിരീകരണം, ന്യൂട്രലൈസേഷൻ. പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. സെൽ ഡിവിഷനിൽ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന കോശാംഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? മൈറ്റോകോൺട്രിയ. സസ്യങ്ങൾ വേരുകൾ വഴി ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന കല ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സൈലം. ആഹാരത്തിലെ അന്നജം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരെന്ത്? ഉത്തരം അയഡിൻ ലായനി. ആസിഡുകളുടെ സാന്നിധ്യത്തിൽ നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്തായിട്ടാണ് മാറുന്നത്? ഉത്തരം ചുവപ്പ് നിറമായിട്ടാണ് മാറുന്നത്. മനുഷ്യ ശരീരത്തിൽ ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കരൾ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഡെസിബെൽ. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ഉത്തരം ലിഥിയം. താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാധ്യമമില്ലാതെ പ്രസരിക്കുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം വികിരണം. കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ ഏവ? ഉത്തരം ലൈസോസോം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു. അപ്പോൾ വിന്നേഴ്സ് ബിഷർ, അവനിക, അവന്തിക, അവനിക, സമീറ, അനിൽ, അവനിക, പിന്നെ വേറൊരു അക്കൗണ്ട് കൂടെ. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയ ഏതാണ്? എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം ഇടുക, ഒപ്പം നിങ്ങളുടെ പേര് ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും മോക്ക് ടെസ്റ്റിലും കയറുക.